Assalamu alaikum. Welcome to Max class. Let's start our class with dua for knowledge. Rabbi Yassir, Wala Tuwassir, Wa Tammim bil Khair, Wa Bika Nasta'inu, Ya Fattahu, Rabbi Sidni Ilma. Rabbi Sidni Ilma. Rabbi Sidni Ilma. So today we are going to do the problems that we started in the last class, and before that in page number 68, one more problem we have to do. So the seventh problem, draw a square and a circle through all four vertices, draw diameters parallel to the sides of the square and draw a polygon joining the endpoints of these diameters and the vertices of the square. അപ്പോൾ നമ്മളിവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു സ്ക്വയറും ഉണ്ട് ആൻഡ് സർക്കിൾ ഈസ് ദെയർ ആൻഡ് ദ വെർട്ടിസസ് ഓഫ് ദ സ്ക്വയർ മസ്റ്റ് ബി ഡ്രോൺ ഓൺ ദ സർക്കിൾ ആൻഡ് ഡ്രോ ഡയമീറ്റേഴ്സ് പാരലൽ ടു ദ സൈഡ്സ് ഓഫ് ദ സ്ക്വയർ. എന്താണ് സ്ക്വയറിൻ്റെ സൈഡ്സിന് പാരലായിട്ട് ഡയമീറ്റേഴ്സ് വരയ്ക്കണം ആൻഡ് ഡ്രോ എ പോളിഗൺ ജോയിനിങ് end points of the square and the vertices of the square. Then we have to prove that this polygon is a regular octagon. അപ്പം ഇത് എന്ന് പറയുന്ന ഒരു ഒക്ടഗൺ ആണ്. ഇവിടെ നമുക്ക് എൻ പോയിന്റ്സ് ജോയിൻ ചെയ്ത് കിട്ടുന്ന ഒരു ഒക്ടഗൺ ആണ്. ആൻഡ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഒക്ടഗൺ ഈസ് എ റെഗുലർ ഒക്ടഗൺ എന്ന് പ്രൂവ് ചെയ്യണം. ഫോർ ദാറ്റ് ഫസ്റ്റ് വി ഗിവൺ ദ നെയിം and the points we given as A, B, C, D, E, F, G, H. 8 points are there. So we drawn one octagon using that points, and we have one square here. H, F, D, B is the square, and G, C, E, A are the diameters. And using this HD also, one FB and HD are also diameters of the circle. Then we have to prove that it is a regular octagon. Okay, so എന്താണ് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആദ്യം എടുത്ത് എഴുതാം. The diameters are parallel to sides of the square. The diameters are parallel to the sides of the square. അപ്പോൾ ഈ ഡയമീറ്റേഴ്സ് എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ സൈഡ്സിന് പാരലായിട്ടാണ് വരച്ചിരിക്കുന്നത്. ദെൻ ആംഗിൾ, therefore angle OPH is equal to angle OPB is equal to 90 degree. Angle OPH is equal to angle OPB is equal to 90 degree. അതായത് ഡയമീറ്റേഴ്സ് ഇതിന് പാരലായിട്ട് വരയ്ക്കുമ്പോൾ ഇതിനെ ബൈസെക്റ്റ് ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കും? 90 ഡിഗ്രിയിലായിരിക്കും ബൈസെക്റ്റ് ചെയ്യുന്നത്. സോ ആംഗിൾ OPH ഈസ് ഈക്വൽ ടു ആംഗിൾ OPB ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ആൻഡ് കൺസിഡർ ടു ട്രയാങ്കിൾസ്. Consider triangle HPA and triangle BPA. Consider triangle HPA and triangle BPA. HPA and triangle BPA. ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. Triangle HPA and triangle BPA. And from that triangle we are saying that HP is equal to BP. HP is equal to BP. റീസൺ എന്താണ്? ഈ പി എ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ടിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആൻഡ് പി എ ഈസ് ഈക്വൽ ടു പി എ. പി എ ഈസ് ഈക്വൽ ടു പി എ. റീസൺ കോമൺ സൈഡ് ഫോർ ബോത്ത് ട്രയാങ്കിൾ. കോമൺ സൈഡ്. അപ്പോൾ രണ്ട് ട്രയാങ്കിളിൻ്റെയും കോമൺ സൈഡാണ് പി എ എന്ന് പറയുന്നത്. സോ ആ രണ്ട് ട്രയാങ്കിളിൻ്റെ പി എ ഈസ് ഈക്വൽ ടു പി എ ആയിരിക്കും. ആൻഡ് ആംഗിൾ HPA is equal to angle BPA. HPA is equal to BP ആണ്. റീസൺ 90 ഡിഗ്രി ഈച്ച്. രണ്ടും 90 ഡിഗ്രി വീതമാണ്. സോ ഫ്രം ദിസ്
we got one angle and two sides of one triangle is equal to two sides and one angle of another triangle, then we can say that these triangles are equal. Also HA is equal to AB. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സും ഒരു ആംഗിളും മറ്റൊരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സിനും ഒരു ആംഗിളിനും ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസും എന്താണെന്ന് പറയാം, ഈക്വൽ ആണെന്ന് പറയാം. അതുപോലെ തന്നെ അതിൻ്റെ മൂന്നാമത് വരുന്ന സൈഡ്സും ഈക്വൽ ആണെന്ന് പറയാം. ഫ്രം ദാറ്റ് റീസൺ വി ഗോട്ട് HA ഈസ് ഈക്വൽ ടു AB. HA എന്ന് പറയുന്ന ഈ സൈഡ് AB എന്ന് പറയുന്ന ഈ സൈഡിന് ഈക്വൽ ആണ്. ആൻഡ് ദീസ് ടു സൈഡ്സ് ആർ ദ സൈഡ്സ് ഓഫ് ഒക്ടഗൺ ഓൾസോ, അല്ലേ? അപ്പോൾ ഈ ഒരു ഒക്ടഗൺ 8 സൈഡുള്ള ഒക്ടഗണിൻ്റെ രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അതുപോലെ എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ ഒരു റെഗുലർ ഒക്ടഗൺ ആവും, അല്ലേ? ഒരു റെഗുലർ ഒക്ടഗണിൻ്റെ പ്രത്യേകത എന്താണ്? ഓൾ സൈഡ്സ് ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് എ റെഗുലർ പോളിഗൺ ആർ ഈക്വൽ എന്നാണ്. അപ്പം രണ്ട് സൈഡ്സ് ഓൾറെഡി നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. ആൻഡ് ഫ്രം ട്രയാങ്കിൾ BPA and triangle BQC ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ ഓരോ സൈഡിലും രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ നിന്ന് നമുക്ക് എന്ത് പ്രൂവ് ആക്കാം? AB ഈസ് ഈക്വൽ ടു BC. ഈ രണ്ട് ട്രയാങ്കിളും കൂടെ എടുക്കുമ്പോൾ AB ഈസ് ഈക്വൽ ടു BC എന്ന് പ്രൂവ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ BC ഈസ് ഈക്വൽ ടു CD എന്ന് പ്രൂവ് ചെയ്യാം. അതുപോലെ ഫുൾ ഈക്വൽ ആണെന്ന് തെളിയിക്കുമ്പോൾ ദെൻ വി ക്യാൻ സേ ആസ് സോ ഇറ്റ് ഈസ് എ regular octagon. So it is a regular octagon. അതൊരു regular octagon ആണെന്ന് നമുക്ക് പറയാം. Okay. So this is the last problem in the activity in page number 68. Then we are moving to the last problem of the activities from page number 72. That is third question. In the picture on the right, the angles between the radii and the chords are equal. Prove that the chords are of the same length. അപ്പോൾ തന്നിരിക്കുന്ന ഫിഗറിനകത്ത് റേഡിയസും കോഡും തമ്മിൽ മീറ്റ് ചെയ്യുന്ന അവിടെ ഉണ്ടാകുന്ന ആംഗിൾസ് ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. ആൻഡ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് the chords are of the same length. ആ രണ്ട് കോഡ്സും സെയിം ലെങ്തിലാണെന്ന് പ്രൂവ് ചെയ്യണം. സോ ഫിഗർ ഇങ്ങനെയാണ് വരുന്നത്. ഡ്രോ വൺ സർക്കിൾ and draw two chords, two radius. This center we can give as O, and this AB, chord AB and chord CD. Then from the center of the circle or draw OP perpendicular to AB and draw OQ perpendicular to CD. OP എന്ന് പറയുന്ന ഒരു ലൈൻ ABക്ക് പെർപെൻഡിക്കുലർ ആയിട്ടും OQ എന്ന് പറയുന്ന ലൈൻ CDക്ക് പെർപെൻഡിക്കുലർ ആയിട്ടും നമ്മൾ വരച്ചു കൊടുക്കുന്നു. ഓക്കെ, ദെൻ എന്താണ് then these angles are equal. അത് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിരിക്കുന്നതാണ്. ആൻഡ് വി നോ ദാറ്റ് ദീസ് വെയർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആകുമ്പോൾ ഇത് 90 ഡിഗ്രി വീതമായിരിക്കും, അല്ലേ? ദെൻ കൺസിഡർ ടു ട്രയാങ്കിൾസ്. കൺസിഡർ ട്രയാങ്കിൾ OAP ആൻഡ് ട്രയാങ്കിൾ OCQ. OAP എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളും OCQ എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളും കൺസിഡർ ചെയ്യുക. ഇനി ആ രണ്ട് ട്രയാങ്കിൾസും നോക്കി അതിനകത്തുള്ള കാര്യങ്ങൾ എടുത്തെഴുതാം. സോ രണ്ട് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തു. ഫ്രം ദാറ്റ് ട്രയാങ്കിൾ ആംഗിൾ OAP ഈസ് ഈക്വൽ ടു ആംഗിൾ OCQ. ഈ OAP എന്ന് പറയുന്ന ഈ ആംഗിളും OCQ എന്ന് പറയുന്ന ഈ ആംഗിളിന് ഈക്വൽ ആണ്. റീസൺ ഗിവൺ, they already given in the question. Okay, then
angle OPA is equal to angle OQC. Reason എന്താണ്? 90 degree each because perpendicular bisector 90 degree each. OPA is equal to angle OQC 90 degree each. Then we can say that therefore angle AOP is equal to angle COQ. Reason എന്താണ്? Since two angles are equal, third angle is also equal. അപ്പോൾ രണ്ട് ആംഗിൾ, ഈ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾ നമ്മൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത്, ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾ മറ്റൊരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിളിന് ഈക്വൽ ആണെങ്കിൽ തേർഡ് ആംഗിൾ വിൽ ഓൾസോ ബി ഈക്വൽ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മൂന്നാമത്തെ ഈ ആംഗിൾ മറ്റേ ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ ആംഗിളിന് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ആൻഡ് OA ഈസ് ഈക്വൽ ടു OC അല്ലെങ്കിൽ AO ഈസ് ഈക്വൽ ടു CO എന്ന് പറയാം. OA ഈസ് ഈക്വൽ ടു OC. റീസൺ റേഡിയസ് ഓഫ് ദ സെയിം സർക്കിൾ. റേഡിയസ് ഓഫ് ദ സെയിം സർക്കിൾ ആണ്. സിൻസ് AO ആൻഡ് ദ ടു ആംഗിൾസ് ഓഫ് ഇറ്റ്സ് എൻഡ് ഓഫ് ട്രയാങ്കിൾ A, ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും രണ്ട് ആംഗിളും മറ്റൊരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിനും രണ്ട് ആംഗിളിനും ഈക്വൽ ആണെങ്കിൽ then we can say that two triangles are equal and therefore its third side also equal. So അതിനകത്ത് ഇനി തേർഡ് സൈഡ് ഏതാണ് വരുന്നത്? therefore എന്ത് പറയാം? OP is equal to OQ എന്ന് നമുക്ക് പറയാം. ആൻഡ് സിൻസ് OP OQന് ഈക്വൽ ആകുമ്പോഴത്തേക്കും എന്താണ്? OP എന്ന് പറയുന്നത് ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്, OQ എന്ന് പറയുന്നത് ഇതിൻ്റെ ബൈസെക്ടർ ആണ്. അപ്പോൾ അത് ഈക്വൽ ആകുമ്പോഴത്തേക്കും then since we can say that the chords at the same distance from the center, ഇത് രണ്ടും സെയിം ഡിസ്റ്റൻസിലാണ് ഈ രണ്ട് കോഡും നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം AB is equal to CD. AB CDക്ക് ഈക്വൽ ആണെന്ന് പറയാം. Okay, so these were the proofs based on equal chords. അപ്പോൾ ഈക്വൽ കോഡ്സ് എന്ന് പറയുന്ന പോർഷനെ ബേസ് ചെയ്ത് നമ്മൾ 3 പ്രൂഫ് ഓൾറെഡി നമ്മളിപ്പോൾ പഠിച്ചു. So that exercise is over. In the next class we can learn about length of chords. So today we are going to wind up our class. Assalamu alaikum.